ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തിയുടെ നിറവിലാണ് ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊങ്കാലയ്ക്കുള്ള അടുപ്പുകൾ ഇതിനോടകം തന്നെ നിരന്നു കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമായ തമ്പാനൂരിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, നമുക്കറിയാം ലോകമെങ്ങും കീർത്തി കേട്ട ആ ഒരു ചൈതന്യം തന്നെയാണ് ആറ്റുകാൽ അമ്മയുടേത്. ആറ്റുകാൽ പൊങ്കാല ഒക്കെ തന്നെയും വളരെയധികം ലോകമെങ്ങും പ്രസിദ്ധി ആർജിച്ച കാര്യം തന്നെയാണ്. ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ വിദേശികളായിട്ടുള്ള ആളുകൾ കൂടി, ഭക്തർ കൂടി എത്തുന്ന ഒരു കാഴ്ചയല്ലേ ഉള്ളത്? വിഷ്ണു, അനന്തപുരിയെ യാഗശാലയാക്കുവാൻ ആ യാഗശാലയിലേക്കുള്ള ഭക്തരുടെ വലിയ ഒഴുക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂരാണ്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ അനന്തപുരിയുടെ ഹൃദയത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു ഭാഗത്ത് റെയിൽവേ സ്റ്റേഷനും മറുഭാഗത്ത് KSRTC ബസ് ടെർമിനലും. ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്ന ഈ ഹൃദയഭാഗത്ത് ഇപ്പോൾ ഭക്തരുടെ ഒരു പ്രവാഹമാണ്. നിരവധി ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തി. നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാം. ഭക്ഷണം കഴിച്ചും അതുപോലെ തന്നെ ഇവിടെ വന്ന് ഈ സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചുകൊണ്ട് നിരവധി ചേച്ചിമാരാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ചേച്ചി, എവിടെ നിന്നാണ് വരുന്നത്? കാസർഗോഡ് നിന്ന്. കാസർഗോഡ് തച്ചങ്ങാട് നിന്ന് വരുന്നത്. നേരത്തെ വരാറുണ്ടോ ഇവിടെ? ഒരു വർഷം വന്നു. കഴിഞ്ഞ വർഷമല്ല, അതിന് മുന്നത്തെ വർഷം വന്നു. അല്ല, ഇവരെല്ലാവരും കാസർഗോഡാണ്. ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. റെയിൽവേ സ്റ്റേഷനിലെ അവിടെ തന്നെയാണ്. ഇന്നത്തെ രാത്രി ഇവിടെ കഴിച്ചു കിട്ടും? ഇവിടെ കഴിച്ചു. കാസർഗോഡ് നിന്ന് കേരളത്തിന് അങ്ങേ അറ്റമാണ്. അവിടെ നിന്ന് ഇവിടെ വരികയാണ്. എന്താ ഇത്ര ഒരു പ്രത്യേകത? അവിടെ നിന്ന് നിങ്ങളുടെ ഇവിടേക്ക് വരികയും ഈ പൊങ്കാല ആറ്റുകാലമ്മയുടെ വലിയ ഭക്തിയാണോ? ഭയങ്കര എല്ലാം നല്ല ഭക്തിയോടെ തന്നെ. അതുമല്ല, നമുക്ക് ആറ്റുകാലമ്മ ഭയങ്കര ഫേമസ് കേട്ട ഒരു സ്ഥലമാണ് തമ്പാനൂർ. അതുകൊണ്ട് നമുക്ക് വലിയ ഭക്തിയോടെയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം, അങ്ങനെയാണോ? അതുണ്ട്. ഈ പ്രാവശ്യം വന്നു, അപ്പൊ പിന്നെയും വരണമെന്ന് തോന്നുന്നുണ്ട്. വന്ന ഒരു പ്രതികൂല കാലാവസ്ഥയാണ്. മഴയുണ്ടാകാം, മഞ്ഞുണ്ടാകാം. ആ പ്രതികൂല കാലാവസ്ഥയൊക്കെ തരണം ചെയ്ത് ഇവിടെ ഇരിക്കുവാണ്. അപ്പൊ അത്രത്തോളം അമ്മയോടുള്ള ഭക്തി ഉണ്ടല്ലേ? അത് തന്നെയാണ്. ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭക്തജനങ്ങൾ പ്രതികരിക്കുകയാണ്. എല്ലാ തടസ്സങ്ങളും മറികടന്നാണ് അവർ ഈ ഒരു പൊങ്കാല അർപ്പിക്കാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകളാണ് രാജ്യവ്യാപകമായി അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെയും വിദേശത്തു നിന്നൊക്കെയും എത്തിച്ചേർന്നത്.